തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ വടകരയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ്. UDFും CPMും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാവും വടകര. സർവേകളിലൊന്നിലും ആർക്കും മുൻതൂക്കം പ്രവചിക്കുന്നില്ല എന്ന കാര്യം കൂടി ചേർത്ത് വെക്കുമ്പോൾ എത്ര കഠിനമാകും വടകര എന്നത് കണ്ടറിയാം. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കാറ്റ് പോലെയാണ് വടകരയിലെയും കാറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലങ്ങളെല്ലാം ഇടത്തോട്ട് ചായും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വടകര മണ്ഡലമൊഴികെ മറ്റെല്ലായിടത്തും LDF വിജയിച്ചു. TP ചന്ദ്രശേഖരൻ കേസിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ലാത്ത വടകരയിൽ KK രമ MLA ആയി. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾ മറിച്ചാണ്. UDF അനുകൂല നിലപാടെടുക്കും വടകര. CPM സ്ഥാനാർത്ഥിയായി മട്ടന്നൂർ MLA KK ശൈലജ എത്തിയതോടെയാണ് കാര്യങ്ങൾ മുഴുവൻ മാറിയത്. ശൈലജ വന്നതോടെ മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് കളം മാറ്റി. സിറ്റിംഗ് MP ആയ K മുരളീധരൻ തന്നെ ഇക്കുറി മത്സരിക്കുമെന്ന് കരുതിയിടത്തു നിന്ന് യുവനേതാവും പാലക്കാട് MLAയുമായ ഷാഫി പറമ്പിൽ മത്സരത്തിലേക്കെത്തി. ശൈലജ എന്ന ജനകീയ നേതാവിനെ മറികടക്കാൻ കോൺഗ്രസ് യുവനിരയിലെ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിൽ MLAയെ രംഗത്തിറക്കി കോൺഗ്രസിന്റെ ചടുലമായ നീക്കം. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയെ ഇറക്കി BJPയും കളം പിടിച്ചു. വ്യക്തിപരവും രാഷ്ട്രീയവുമായ ആരോപണ പ്രത്യാരോപണങ്ങളോടെ സ്ഥാനാർത്ഥികൾ സജീവമായതോടെ മുൻപെങ്ങുമില്ലാത്ത തെരഞ്ഞെടുപ്പ് ചൂട് വടകരക്കാർ അറിഞ്ഞു. CPM വിരുദ്ധ നിലപാടെടുക്കുന്ന RMPക്കാരുടെ ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം കൂടിയാണ് വടകര. അതുകൊണ്ടുതന്നെ ഷാഫിയുടെ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് KK രമയാണ്. TP കേസ് കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും മണ്ഡലത്തിലെ പ്രധാന ചർച്ചാവിഷയം ഇപ്പോഴും ഈ കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPM ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും കാണണം. നിലവിൽ പുറത്തുവന്ന എല്ലാ സർവേകളും കനത്ത പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലത്തിന്റെ മനസ്സ് അത്ര പെട്ടെന്ന് ആർക്കും കീഴടക്കാനാകില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM ശൈലജ എന്ന ജനകീയ മുഖത്തെ തന്നെ കളത്തിലിറക്കിയത്. വടകരയിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇടത് വലതു പാനലുകളെ മാറി മാറി സ്വീകരിച്ചിട്ടുണ്ട് വടകരക്കാർ. കോൺഗ്രസുകാരനായും കോൺഗ്രസുകാരനല്ലാതെയും KP ഉണ്ണികൃഷ്ണനെ തുടർച്ചയായി ജയിപ്പിച്ചവരാണ് വടകരക്കാർ. 1971 തുടങ്ങിയ KP ഉണ്ണികൃഷ്ണന്റെ ജൈത്രയാത്രയ്ക്ക് 96 O ഭരതനോടെയാണ് CPM കടിഞ്ഞാണിട്ടത്. പിന്നീട് തുടർച്ചയായി CPMന്റെ വിജയം. AK പ്രേമജവും P സതീദേവിയും ലോക്സഭയിലെത്തി. 2009 ആകുമ്പോഴേക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനെ UDF മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി. ഇതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. 1980 KP ഉണ്ണികൃഷ്ണനോട് തോറ്റ മുല്ലപ്പള്ളിയല്ല 2009 മുല്ലപ്പള്ളി എന്ന് LDF തിരിച്ചറിഞ്ഞു. 2004 1,30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സതീദേവിയെ 2009 56,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുല്ലപ്പള്ളി മറികടന്നു. 2014 മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയം ആവർത്തിച്ചു. പക്ഷേ ഭൂരിപക്ഷം 3000 കുറയ്ക്കാൻ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറിന് കഴിഞ്ഞു. 2019 ഇടത് സ്ഥാനാർത്ഥിയായി P ജയരാജനെത്തി. അപകടം മനസ്സിലാക്കിയ UDF വട്ടിയൂർക്കാവിൽ നിന്ന് K മുരളീധരനെ വടകരയിലെത്തിച്ചു. ശബരിമലയും രാഹുൽ ഗാന്ധി തരംഗവും ആഞ്ഞടിച്ചപ്പോൾ 84,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുരളീധരൻ ലോക്സഭയിലേക്ക്. ഇത്തവണയും മുരളിയെ പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ മണ്ഡലത്തിലേക്കെത്തിയത്. ഷാഫിയുടെ വരവ് ഇടതു ക്യാമ്പിൽ ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതല്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഷാഫിക്കൊപ്പം അണിനിരക്കുമെന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. അതൊന്നും കൊണ്ട് KK ശൈലജയെ മറികടക്കാനാകില്ല എന്ന് LDF വിശ്വസിക്കുന്നു. ഹിന്ദു വോട്ടുകൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ BJPയും വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. 14 ലക്ഷം വോട്ടർമാരുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രജിസ്റ്റർ ചെയ്തത് 80% പോളിംഗ് ആണ്. പോളിംഗ് ശതമാനം 80 കടന്ന അവസാനത്തെ 3 തെരഞ്ഞെടുപ്പിലും ഫലം അനുകൂലമായത് UDFനാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആരെയൊക്കെ തുണയ്ക്കുമെന്ന് കാത്തിരുന്നു കാണണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.